ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് പഠിക്കാൻ മടി പിടിച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കണം. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് വാങ്ങിയിട്ടുണ്ടാവും, ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും, നോട്ട്സൊക്കെ എഴുതാൻ ബുക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും, എല്ലാ പ്ലാനും ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ആദ്യത്തെ 1-2 ദിവസം നന്നായിട്ട് പഠിച്ചിട്ടും ഉണ്ടാവും. പിന്നീട് ഇങ്ങനൊരു പരീക്ഷയെക്കുറിച്ച് ഓർമ്മ പോലും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് മടി പിടിച്ചു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇനി മറ്റു ചിലരാണെങ്കിൽ കുറച്ചൊക്കെ പഠിക്കുന്നുണ്ട്, ഡെയിലി കുറച്ചൊക്കെ പഠിക്കും, 1 മണിക്കൂറൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കും, പിന്നെ വൈകുന്നേരം പഠിക്കാമെന്ന് കരുതും. പക്ഷേ വൈകുന്നേരം പഠിത്തം നടക്കില്ല, മറ്റെന്തെങ്കിലും കാര്യമായിട്ട് എൻഗേജ്ഡ് ആവും. അങ്ങനെ ചെറിയ രീതിയിലൊക്കെ പഠിക്കുന്നുണ്ട് എന്നുള്ളവരാണെങ്കിൽ നിങ്ങളൊരു മീഡിയം ലെവൽ മടി പിടിച്ചവരാണ്. അടുത്ത കാറ്റഗറി ബുക്സൊക്കെ വാങ്ങിച്ചു, പഠിക്കുന്നുണ്ട്, നോട്ട്സൊക്കെ എഴുതുന്നുണ്ട്, അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ റിവിഷൻ ചെയ്യാനുള്ള മടി കൊണ്ട് അധികം പഠിച്ച കാര്യങ്ങൾ നോക്കാറില്ല, അല്ലെങ്കിൽ റിവൈസ് ചെയ്യാറില്ല. ഇങ്ങനെ 3 ടൈപ്പിലുള്ള ആൾക്കാരാണ് പ്രധാനമായിട്ടും ഫുഡ് സേഫ്റ്റി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. ഈ 3 കാറ്റഗറിയിലുള്ള ആളുകൾക്കും പൊതുവായിട്ടുള്ളത് എന്താണ്? മടിയാണല്ലേ. അപ്പോൾ മടി മാറ്റി എങ്ങനെ സ്മാർട്ടായിട്ട് പഠിക്കാമെന്ന് നോക്കാം. കാരണം നമ്മുടെ മുമ്പിൽ ഇനി അധികം സമയമില്ല. ഈ വർഷത്തെ പരീക്ഷാ കലണ്ടറിൽ FSO കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പലരുടെയും വിചാരം അടുത്ത വർഷമേ ഈ എക്സാം ഉള്ളൂ എന്നാണ്. പക്ഷേ അങ്ങനെയല്ല, ചിലപ്പോൾ ഈ ഒരു കലണ്ടർ തിരുത്തിയിട്ട് നേരത്തെ എക്സാം ആക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മുൻപിലൊരു 6 മാസമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കുക. അതിന് ശേഷമുള്ള ഒരു സമയം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ 6 മാസമേ മുമ്പിലുള്ളൂ എന്ന് കരുതി നമ്മൾ പഠിക്കുകയാണെങ്കിൽ മാക്സിമം നമ്മൾ സിലബസ് നേരത്തെ കവർ ചെയ്യാൻ ശ്രമിക്കും. എത്രത്തോളം കവർ ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ റിവിഷൻ ചെയ്യാനും കൂടുതൽ MCQ സെർച്ച് ചെയ്യാനൊക്കെ കഴിയും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ എത്ര നേരത്തെ പഠിച്ചു തീർക്കാമോ അത്രയും പഠിച്ചു തീർക്കുക. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ, അതായത് മടി മാറ്റാനുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ബുക്ക് വാങ്ങിച്ച ഒരുപാട് പേരുണ്ട്, ഏകദേശം 3000-ഓളം പേരാണ് നമ്മുടെ ബുക്ക് വാങ്ങിയിട്ടുള്ളത്. ഇനി ബുക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാനുള്ള ലിങ്കും ഡീറ്റെയിൽസും നമ്മൾ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം വേണ്ടത് എന്താണ്? സിലബസ് ആണല്ലേ. സിലബസിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ വേണം. പല കുട്ടികളും മെസ്സേജ് ചെയ്യാറുണ്ട്, സിലബസിൻ്റെ PDF ഉണ്ടോ എന്നൊക്കെ. ഈ സിലബസ് എന്ന് പറയുന്ന കാര്യം, അതായത് ഇത് പുതിയ എക്സാം ഒന്നുമല്ല, ഓൾറെഡി 2 പ്രാവശ്യം നടന്ന എക്സാമാണ്. അപ്പോൾ ഇതിൻ്റെ സിലബസ് ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്, PSCയുടെ വെബ്സൈറ്റിൽ കിട്ടുന്നതാണ്, യൂട്യൂബ് വീഡിയോകളിൽ പോലും പലരും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കാൻ പോലും ഒരു മടി തോന്നുന്നത് എന്താ? നമുക്ക് എല്ലാ കാര്യങ്ങളും സ്പൂൺ ഫീഡിങ് ചെയ്യേണ്ട കാര്യമല്ല, എല്ലാം നമ്മൾ അനലൈസ് ചെയ്ത്, നമ്മൾ അബ്സോർബ് ചെയ്ത്, നമ്മൾ ആഴത്തിൽ പഠിക്കുക. അപ്പോൾ ഒരു സിലബസ് പോലും നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ മടിയാണോ എന്നാണ് എൻ്റെ ഒരു സംശയം. ഞാൻ അതുകൊണ്ട് ആർക്കും സിലബസ് ഷെയർ ചെയ്യാറില്ല. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യാൻ പറയും, അത്രയെങ്കിലും നിങ്ങൾ ബേസിക്കലി ചെയ്യണ്ടേ. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഗൂഗിളിൽ പോയിട്ട് സിലബസ്, അതായത് പുതിയ സിലബസ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല, 2021-2020 ആ ഒരു എക്സാമിൻ്റെ സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അത് പ്രിൻ്റ് എടുത്ത് കയ്യിൽ വയ്ക്കുക. പ്രിൻ്റ് എടുത്താൽ മാത്രം പോരാ, ആ സിലബസ് ഫുള്ളൊന്ന് വായിച്ച് നോക്കുക, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളതെന്ന്. ഇനി മറ്റു പലരുടെയും സംശയം സിലബസ് ചേഞ്ച് ഉണ്ടാവുമോ എന്നൊക്കെയാണ് ടെൻഷന്. അതായത് ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷന്, ജനറൽ ഇംഗ്ലീഷ്, മെൻ്റൽ എബിലിറ്റി, ഇതൊക്കെ ഇനി എങ്ങനെ പഠിക്കും എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് മെസ്സേജ് അയക്കുന്ന കുട്ടികളുണ്ട്. ആ ഒരു 3 ടോപ്പിക്ക് ചിലപ്പോൾ എക്സാമിൽ നിന്ന് അടുത്ത പുതിയ സിലബസിൽ നിന്ന് മാറ്റാൻ ചാൻസ് ഉണ്ട്. മാറ്റാൻ ചാൻസ് ഉള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് ഇപ്പം ടെൻഷൻ അടിക്കുന്നത്? അതായത് 70% നമുക്ക് പഠിക്കാനുള്ള ഫിക്സഡ് ടോപ്പിക് നമ്മുടെ സിലബസിൽ കിടപ്പുണ്ട്. ആദ്യം അത് പഠിച്ച് തീർക്കുക, പിന്നീട് മതി നിങ്ങൾ ചേഞ്ച് ചെയ്യാനുള്ള കാര്യത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടത്. മിക്കവാറും ആ ഒരു 3 ടോപ്പിക്ക് മാറ്റിയ ശേഷം, ഇപ്പോൾ വെറ്റിനറിയിലും അഗ്രികൾച്ചറിലൊക്കെ 5 മാർക്ക് വെച്ചിട്ടാണല്ലോ ടോപ്പിക്ക് കൊടുത്തിരിക്കുന്നത്, അത് ചിലപ്പോൾ 10 മാർക്കിലേക്ക് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് എക്സാം കലണ്ടറൊക്കെ വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ, അന്നേരമാണ് അവർ സിലബസ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അത് അപ്പോഴത്തെ കാര്യമാണ്. അത് നിങ്ങൾക്ക് അന്നേരം ടെൻഷൻ അടിച്ചാൽ മതിയോ, അല്ലെങ്കിൽ അന്നേരം നമ്മൾ അതിനുള്ള നോട്ട്സും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും. ഇപ്പോഴേ ഇത് ഓർത്ത് ടെൻഷൻ അടിക്കാതെ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ പഠിക്കുക. അടുത്തത് പഠിക്കാതിരിക്കാനുള്ള കാരണങ്ങളാണ്. അതായത് നിങ്ങൾ പറയുന്ന എക്സ്ക്യൂസസ് ആണ്. അതായത് ഞങ്ങൾക്ക് ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്, ജോബുണ്ട്, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, സമയം കിട്ടുന്നില്ല, ഇങ്ങനെ പല കാരണങ്ങളാണ് പലപ്പോഴും പഠിക്കാതിരിക്കാനുള്ള കാര്യങ്ങളായിട്ട് നിങ്ങൾ പറയുന്നത്. നിങ്ങളെപ്പോലെ ഒരുപാട് പ്രാരാബ്ദങ്ങളുള്ള കുട്ടികളാണ് കഴിഞ്ഞ വർഷവും പഠിച്ച് ആദ്യത്തെ ടോപ്പ് റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ളത്. അവർക്കെല്ലാം ജോലി ഉണ്ടായിരുന്നു, കുട്ടികളുണ്ട്, ഫാമിലിയുണ്ട്, എല്ലാവരും. കാരണം നമ്മളൊരു ഏജ് 30 വയസ്സൊക്കെ ഉള്ള ആ ഒരു ഏജിലുള്ള കുട്ടികളാണ് കൂടുതൽ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത്. സോ എല്ലാവർക്കും ഫാമിലിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ
നമുക്കറിയാലോ സിവിൽ സർവീസ് പരീക്ഷയിൽ പോലും പാസ്സാവുന്നത് പലപ്പോഴും ഫാമിലിയും കുട്ടികളൊക്കെ ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ മറ്റു ജോലികൾ ചെയ്യുന്നവരായിരിക്കും. ഇപ്പോൾ സിവിൽ സർവീസിൻ്റെ സെക്കൻഡ് റാങ്ക് കിട്ടിയ ആൾ IPS ആയിരുന്നു. IPSൽ വർക്ക് ചെയ്യുമ്പോഴാണ് അദ്ദേഹം പഠിച്ചിട്ട് IAS വാങ്ങുന്നത്. അപ്പോൾ അതൊന്നും നമുക്കൊരു നമ്മളെ പഠനത്തിൽ നിന്നും പിന്നോട്ടാക്കുന്ന കാരണങ്ങളല്ല. കുട്ടികളുണ്ടെന്ന് കരുതിയിട്ടോ വീട്ടിൽ ജോലി ഉണ്ടെന്ന് കരുതിയിട്ടോ മറ്റ് ജോലികളുണ്ടെന്ന് കരുതിയിട്ടോ ഒന്നും പഠിക്കാതിരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ സമയം കണ്ടെത്തുക. ഫാമിലി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫാമിലിയിൽ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം. നിങ്ങൾക്ക് രാവിലെ 6 മണി തൊട്ട് ഒരു ഉച്ച വരെയുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. അതിനുള്ളിൽ നിങ്ങൾക്ക് ജോലികളെല്ലാം ഒതുക്കാം. അതിന് ശേഷമുള്ള സമയം ഉപയോഗിക്കാം. രാവിലെ 4 മണി തൊട്ട് 6 മണി വരെ ഉപയോഗിക്കാം. ഇനി മറ്റ് ജോലികൾക്ക് പോകുന്നവർക്കാണെങ്കിലും ഇതേ സമയം ഉപയോഗിക്കാം. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ 2 മണിക്കൂർ പഠിക്കാൻ കഴിയും. ട്രാവൽ ചെയ്യുന്ന സമയത്ത് പഠിക്കാൻ കഴിയും. അതല്ല ഇൻ്റർവൽ സമയത്ത് പഠിക്കാൻ കഴിയും. ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ കുറച്ചൊരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. വൈകുന്നേരവും അതേപോലെ ഒരു 7 മണി തൊട്ട് 10 മണി വരെ പഠിക്കാം. നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഉറപ്പായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളത് കണ്ടെത്തണം എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിങ്ങനെ നീക്കി വെക്കാൻ കാരണങ്ങൾ ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ പഠിക്കാനുള്ള സമയമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു ദിവസം പഠിക്കേണ്ട കാര്യങ്ങൾ ഒരു ടൈം ടേബിൾ ആക്കി വെക്കുക. അതിന് സമയമൊന്നും കൊടുക്കണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഇത്രയും ടോപ്പിക്സ് എഴുതുക. ഞാൻ ഇന്ന് വെറ്റിനറി സയൻസിൻ്റെ ഇത്രയും ടോപ്പിക്ക് പഠിക്കും. ഒരു 5 ടോപ്പിക്ക് നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെക്കുക. അത് നിങ്ങൾക്ക് തലേന്ന് രാത്രിയോ അല്ലെങ്കിൽ ആ ദിവസത്തിൻ്റെ രാവിലെയോ നിങ്ങൾക്ക് എഴുതി വെക്കാം. എന്നിട്ട് അത് പഠിച്ച് തീരുന്ന മുറയ്ക്ക് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഡേ, അതായത് ആ ദിവസത്തിൻ്റെ അവസാനം ഡേ എൻഡിൽ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും, ഇത്രയും ടോപ്പിക്ക് ഞാൻ കവർ ചെയ്തല്ലോ എന്ന്. അല്ലെങ്കിൽ ഒരെണ്ണം നിങ്ങളത് ടിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ ടോപ്പിക്ക് മാത്രം നിങ്ങൾ പഠിച്ചില്ല. സോ ബാക്കി എല്ലാ ടോപ്പിക്കും പഠിച്ചു, ഈ ടോപ്പിക്ക് ഇനി പെൻഡിങ് ആണ് എന്നൊക്കെ നമുക്ക് ഒരു ബോധം വരും. അല്ലെങ്കിൽ നമുക്കൊരു പ്ലാനിങ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി വരും. സോ ടു ഡു ലിസ്റ്റ് നിർബന്ധമാണ്. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ നിർബന്ധമായിട്ടും ടൈം ടേബിളാക്കി എഴുതി വയ്ക്കുക. ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം ടു ഡു ലിസ്റ്റ് ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വരാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് നമ്മൾക്ക് ഒരു യാത്ര പോകേണ്ടി വന്നു, ആ ദിവസം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വരാം. സാരമില്ല, അടുത്ത ദിവസം അത് നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാമല്ലോ. പക്ഷെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ജീവിക്കുന്നതിലും ഭേദമാണ് പ്ലാൻ ചെയ്ത് ജീവിക്കുന്നത്. അടുത്തത് ഡേ എൻഡിൽ നിങ്ങൾ ആലോചിക്കുക, ഞാൻ ഇന്ന് എത്ര സമയം വേസ്റ്റാക്കി, എത്ര സമയം ഞാൻ ഇൻസ്റ്റയിൽ റീൽസ് കണ്ട് സമയം കളഞ്ഞു, എത്ര നേരം ഞാൻ FBയിൽ സമയം കളഞ്ഞു, എത്ര നേരം ഞാൻ മറ്റുള്ളവരടുത്ത് വഴക്കുണ്ടാക്കാൻ സമയം കളഞ്ഞു, എത്ര നേരം ഞാൻ ചുമ്മാ അതിരുന്ന് ചിന്തിച്ച് സമയം കളഞ്ഞു. ഇത്രയും സമയമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു സമയം 2-3 മണിക്കൂറെങ്കിലും ഒന്ന് പഠിക്കാൻ കഴിഞ്ഞേനെ. അപ്പോൾ ആ വേസ്റ്റാക്കിയ സമയത്തെക്കുറിച്ചിട്ടൊന്ന് ആലോചിക്കുക. സെപ്റ്റംബറിലാണ് പരീക്ഷ എന്ന് വിചാരിക്കുക. ആ സെപ്റ്റംബർ തൊട്ട്, അതായത് ഇന്ന് തൊട്ട് സെപ്റ്റംബർ വരെ എത്ര സമയം അല്ലെങ്കിൽ എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ടെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ ഇത്ര മണിക്കൂർ കഴിഞ്ഞു പോയി, ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞു പോയി, ഇനി ഇത്ര മാത്രം കുറച്ച് ദിവസങ്ങളെ നിങ്ങളുടെ മുമ്പിലുള്ളൂ എന്നൊക്കെ നിങ്ങൾ ആ ഓരോ ദിവസത്തിൻ്റെ അവസാനവും ആലോചിക്കണം. അപ്പം നമുക്ക് ചെറിയൊരു ടെൻഷൻ വരും. ഇത്രയും സമയം നമ്മൾ വേസ്റ്റ് ആക്കിയല്ലോ എന്ന് ഓർത്തിട്ട് നെക്സ്റ്റ് ഡേ എങ്കിലും നമ്മൾ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കും. നല്ലതുപോലെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൈം ടേബിൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 മാസം കൊണ്ട് എല്ലാ ടോപ്പിക്കും നല്ല രീതിയിൽ കവർ ചെയ്യാൻ കഴിയുന്നതാണ്. അടുത്തത് പ്രൊക്രാസ്റ്റിനേഷനാണ്. അതായത് ഇപ്പം പഠിക്കാൻ നിങ്ങൾ ബുക്ക് എടുത്തു, പക്ഷേ എന്തോ ഒരു മടി കാരണം നാളെ പഠിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം പഠിക്കാം, പിന്നെ പഠിക്കാം, ഇങ്ങനെ മാറ്റി വയ്ക്കുന്ന ശീലത്തിനെയാണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. നമ്മളെ ഇതിലേക്ക് നയിക്കുന്ന പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മനസ്സിൽ ഇനി ഒരുപാട് സമയം ഉണ്ടെന്നുള്ള ചിന്ത. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനുള്ള ആഗ്രഹങ്ങൾ, ട്രിപ്പ് പോകാനുള്ള ആഗ്രഹങ്ങൾ, ഒരു കല്യാണം എവിടെയെങ്കിലും ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ അതിന് ഡ്രസ്സ് വാങ്ങിക്കുക, ഒരുങ്ങുക, ഇങ്ങനത്തെ പ്ലാനിങ്ങിന് സമയം കളയുക. അതേപോലെ മൊബൈൽ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഇതെല്ലാം പ്രൊക്രാസ്റ്റിനേഷന് കാരണമാവും. പ്രൊക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി കാര്യങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ പ്രൊക്രാസ്റ്റിനേഷൻ ശീലം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ മുമ്പിലുള്ള വിലപ്പെട്ട സമയമാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു സമയം തിരിച്ചു കിട്ടത്തില്ല. നിങ്ങൾ ഈ ഒരു FSO നന്നായിട്ട് എഴുതിയില്ലെങ്കിൽ അടുത്ത FSO എഴുതാൻ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല സാഹചര്യമായിരിക്കത്തില്ല, നിങ്ങൾക്ക് ഏജ് ഓവർ ആവാം, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടായേക്കാം. അപ്പോൾ ഉള്ള ചാൻസിനെ ഗോൾഡൻ ചാൻസായിട്ട് കണ്ടിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. പഠിച്ച് നല്ലൊരു ജോബ് വാങ്ങിയില്ലെങ്കിൽ നമുക്ക് സൊസൈറ്റിയിൽ വലിയ വിലയൊന്നും കാണത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് നല്ല സക്സസ് ആയിട്ട് നിൽക്കണം. പക്ഷേ ഒരു പെർമനൻ്റ് ആയിട്ടൊരു ഗവൺമെൻറ് ജോബ്, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വലിയൊരു പൊസിഷൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് പേര് റെസ്പെക്റ്റ് ചെയ്യും, നമുക്ക് സമൂഹത്തിലൊരു വിലയുണ്ടാകും.
അതിൽ കൂടുതൽ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും. ആരെയും നമുക്ക് ആശ്രയിക്കേണ്ടി വരില്ല. നിങ്ങൾ ഒന്നും ചെയ്യാതെ ഒന്നും പഠിക്കാതെ താഴ്ന്നു പോവുകയാണെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ഉയർത്താൻ വരും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നല്ല ഫിനാൻഷ്യൽ ഇഷ്യൂസൊന്നും ഉണ്ടായിരിക്കത്തില്ല, സ്റ്റേബിൾ ആയിരിക്കാം, ഹസ്ബൻഡിന് നല്ല ജോബ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ല. സോ പഠിച്ചില്ലേലും കുഴപ്പമില്ലാന്ന് കരുതുന്നവരാണെങ്കിൽ അതൊക്കെ ഭയങ്കര മണ്ടത്തരമാണ്. ഒരു വ്യക്തിയായിട്ട് നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാവണം. നമുക്ക് എന്നും ഒരേ സ്ഥിതി ആയിരിക്കണം എന്നില്ല. ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്റ്റേജിലും നമ്മൾ തളർന്നു പോവാതിരിക്കാനാണ് എല്ലാവരും കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി വാങ്ങുന്നത്. അല്ലാതെ അവർക്കും അതായത് ഇപ്പോൾ ഗവൺമെൻറ് ജോബ് വാങ്ങുന്ന എല്ലാവർക്കും ഫിനാൻഷ്യൽ ഇഷ്യൂസൊന്നും ഉണ്ടാവണമെന്നില്ല. ജസ്റ്റ് നമ്മൾ ഇത്രയും കോഴ്സുകളൊക്കെ ചെയ്തല്ലേ, അപ്പം നമുക്ക് ആ ഒരു ലെവലിൽ നല്ലൊരു ജോബ് വേണം. ഇനി നാളെ ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചാലും നമ്മൾ തളർന്നു പോകരുത്, നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് ജോബ് വേണം എന്നൊക്കെ മുൻകൂട്ടി കണ്ട് നിങ്ങൾ എന്ത് വേണം, പഠിക്കുക, നല്ല പൊസിഷനിൽ എത്തുക, നല്ലൊരു ജോലി വാങ്ങുക എന്നൊരാഗ്രഹം എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുക. ഇതിനൊന്നും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരും വരില്ല. നമ്മൾ പഠിച്ചാലേ നമുക്ക് നല്ല ജോലി കിട്ടത്തുള്ളൂ, നിങ്ങളെ ആരെങ്കിലും ഉയർത്തും, നിങ്ങളെ ആരെങ്കിലും രക്ഷപ്പെടുത്തും എന്നൊക്കെ വിചാരിക്കണമെങ്കിൽ അത് വെറുതെയാണ്. എല്ലാവരും അവരുടെ കാര്യങ്ങൾ മാത്രമേ നോക്കത്തുള്ളൂ. അപ്പോൾ ഇത് മാത്രമല്ല, നിങ്ങൾക്കൊരു ജോബ് കിട്ടിയാൽ നിങ്ങൾക്ക് പലരെയും സഹായിക്കാൻ കഴിയും അല്ലേ. നമുക്കൊരു ഇൻകം എല്ലാ മാസവും കിട്ടുമ്പോൾ അതിൽ നിന്നൊരു എമൗണ്ട് നമുക്ക് പല പാവങ്ങളെയോ ആരെങ്കിലുമൊക്കെ നമുക്ക് സഹായിക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ജോലി കിട്ടിയാലുണ്ട്. അതുകൊണ്ട് മടിയൊക്കെ മാറ്റി വെച്ച് നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്, ജീവിതം ജയിക്കാനുള്ള സമയമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ഈ ഒരു 6 മാസം പരമാവധി പ്രയോജനപ്പെടുത്തുക. ബുക്സ് വാങ്ങിച്ചിട്ട് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാത്തൊരു ഒരുപാട് കുട്ടികളുണ്ട്. ബുക്സ് നന്നായിട്ട് പഠിക്കുക. ബുക്സിൽ ഒരു ലൈൻ പോലും വെറുതെ കളയാനില്ല. നന്നായിട്ട് പഠിക്കുക. അതോടൊപ്പം മറ്റു വീഡിയോസ് കൂടി റെഫർ ചെയ്ത് മാക്സിമം പഠിക്കുക. കൂടുതൽ MCQ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സമയം മൊത്തം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പരമാവധി ശ്രമിക്കുക. പഠനത്തിന് മാത്രം ആദ്യം ഇമ്പോർട്ടൻസ് നൽകുക. അപ്പോൾ എല്ലാവർക്കും FSOയിൽ നന്നായിട്ട് തിളങ്ങാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.